ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പം നമ്മളിതാ പുതിയൊരു സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. ബെവ്കോ LDC. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താണ് ബിവറേജ് LDC, ജോലി, ശമ്പളം, പ്രൊമോഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഡൗട്ടുകളെല്ലാം മാക്സിമം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഒന്ന് തീർത്തു തരാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടെ, ബെവ്കോ LDC പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരാളാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യം സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പരീക്ഷയുടെ യോഗ്യത എന്ത്, അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, 10ാം ക്ലാസ് ആണ് ഈ ഒരു പരീക്ഷയുടെ യോഗ്യതയായിട്ട് വരുന്നത്. നമ്മുടെ LDCയെ പോലെ, LGSനെ പോലെ, കമ്പനി ബോർഡ് LGSനെ പോലെ, VFAയെ പോലെ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിനെ പോലെ തന്നെ ഇതൊരു 10ാം തര പരീക്ഷയാണ്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആൾക്കാർക്ക് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഏജ് ക്രൈറ്റീരിയ പറ്റി സംശയമുള്ള ആൾക്കാർ ഇവിടെ ശ്രദ്ധിക്കുക. 19 മുതൽ 36 വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ള ആൾക്കാർക്ക് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. OBC കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ 3 വർഷത്തെ ഒരു എക്സ്റ്റൻഷൻ കിട്ടിക്കൊണ്ട് 39 വയസ്സ് വരെയും, SC/ST കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവിടെ നിന്ന് പിന്നെയും ഒരു 2 വർഷം കിട്ടി 41 വയസ്സ് വരെയും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താണ് സിലബസ്, എക്സാം പാറ്റേൺ എന്നുള്ള കാര്യത്തിനെ പറ്റി സംസാരിക്കാം. ഈ ഒരു പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രിലിമിനറി പരീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പ്രിലിമിനറി പരീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. പക്ഷെ പറയുമ്പോൾ രണ്ടിൻ്റെ സിലബസും ഒരുമിച്ച് പറയാം. പ്രിലിംസിൻ്റെ സിലബസ് ആണെങ്കിൽ 10th ലെവൽ ആയതുകൊണ്ട് 80 മാർക്കിൻ്റെ GK പ്ലസ് കറണ്ട് അഫെയറും 20 മാർക്കിൻ്റെ മാത്സുമാണ് ഇതിനകത്തുള്ളത്. ഇനി മെയിൻസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം 70 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട് GK പ്ലസ് കറണ്ട് അഫെയർ, 50 മാർക്കിൻ്റെ GK, 20 മാർക്കിൻ്റെ കറണ്ട് അഫെയർ, പിന്നെ 10, 10, 10 ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അങ്ങനെ ആകെ 100 മാർക്കിൻ്റെ പരീക്ഷയാണ് എഴുതേണ്ടി വരിക. ഒരു 10th ലെവൽ പരീക്ഷ എന്നുള്ള രീതിക്ക് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ബെവ്കോ LDയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയ ആൾക്കാർക്കറിയാം അത്യാവശ്യം നല്ല റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു പഠനം തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരീക്ഷ നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്യാവശ്യം കട്ട് ഓഫും വന്നിട്ടുള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം കോമ്പറ്റീഷൻ ഹൈ ആണ് ഈ പരീക്ഷയ്ക്ക്. കാരണമുണ്ട്. ജോലി എങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യകാരണം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് സാധ്യത കൂടുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുടെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എന്തുകൊണ്ട് ബെവ്കോ LDCക്ക് കൂടുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് അടുത്ത സെഷനിൽ പറയാം. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ സിലബസ് എന്താണ്, എക്സാം എങ്ങനെയാണ്. 2 ഘട്ട പരീക്ഷയാണെങ്കിൽ നിങ്ങൾ പ്രിലിംസും മെയിൻസും എഴുതേണ്ടി വരും. ഇനി ഒറ്റഘട്ട പരീക്ഷയേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെയിൻസിലേക്ക് പോയി ഞാൻ രണ്ടാമത് പറഞ്ഞ സിലബസ് ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ അടുത്തതിലോട്ട് പോകാം. എന്താണ് റാങ്ക് ലിസ്റ്റ്, എന്താണ് ജോലി? വാ, അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. റാങ്ക് ലിസ്റ്റ്, ജോലി. ശ്രദ്ധിക്കുക, പരീക്ഷ കഴിയുമ്പോൾ ഈ പരീക്ഷയുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആൾക്കാർ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്ക് വരുന്നു. നിശ്ചിത കട്ട് ഓഫിന് മുകളിലുള്ള ആൾക്കാർ ഇനി സംവരണം വിഭാഗമാണെങ്കിൽ സപ്ലി ലിസ്റ്റിലേക്കും വരുന്നു. അത് കഴിഞ്ഞ് ആ വെരിഫിക്കേഷനോടെ കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരികയാണ്. ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ശ്രദ്ധിച്ച് കേൾക്കുക. 3 വർഷമാണ് ഈ ഒരു പരീക്ഷയുടെ കാലാവധി, ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം 3 വർഷം കൊണ്ട് മാക്സിമം നിയമനങ്ങൾ. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. നമ്മുടെ LDCയെ പോലെയോ പോലീസിനെ പോലെയോ ഒന്നും ഒരു ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് അല്ല, ഇതൊരു സ്റ്റേറ്റ് ലെവൽ ലിസ്റ്റാണ്. 3 വർഷമാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ ലിസ്റ്റിനകത്ത് പെട്ടുകഴിഞ്ഞാൽ ജോലിക്കുള്ള സാധ്യതയും അത്ര തന്നെ കാണും. സംവരണ വിഭാഗക്കാർ റൊട്ടേഷനും കാര്യങ്ങളും മാറി വരുമ്പം അവർ കുറച്ച് മുകളിലേക്ക് വരാനും, പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ജോലി കിട്ടി പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇതാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ, ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് എന്നുള്ള കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ജോലിയിലേക്ക് വരുമ്പോൾ പ്രധാനമായും കുറച്ച് ഏരിയാസിലായിരിക്കും നിങ്ങളെ പോസ്റ്റ് ചെയ്യുക. ഒന്ന് ബിവറേജ് ഔട്ട്ലെറ്റ്സിലായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന നമ്മളെ സിവിൽ എന്നൊക്കെ പറയുന്ന അവിടെ പോസ്റ്റ് ചെയ്യാം നിങ്ങളെ, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോസ്റ്റ് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മറ്റ് ഓഫീസുകളിൽ കാര്യങ്ങൾ എവിടെ വേണോ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാം. ഓക്കെ, പ്രധാനമായിട്ടും ചെയ്യേണ്ടി വരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് സെഷൻ ഉണ്ട്. ഈ ബില്ലിംഗ് സെഷനിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ജോലി ചെയ്യേണ്ടത് ഈ പറഞ്ഞ ബെവ്കോ LDമാരാണ്. മിക്ക സിവിൽ ഔട്ട്ലെറ്റ്സിലും അവർ തന്നെയാണ് ഇരിക്കുക എന്നാണ് നമുക്ക് കിട്ടിയൊരു അറിവെന്ന് പറയുമ്പോഴത്തേക്കും, അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും മാത്രമല്ല, ഈ ജോലിയുടെ മറ്റ് LDCയെക്കാളും ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കിട്ടാൻ പോകുന്ന ബോണസാണ്. കാരണം ഒരു ഓണം, ക്രിസ്മസിലെ ഫെസ്റ്റിവൽ സീസൺ ഏത് വന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കേരള ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ബിവറേജ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബെവ്കോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ആ ജീവനക്കാർക്കും അതിൻ്റെ നേട്ടമുണ്ടാകും. ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്നത്, ഇതിൽ ഏറ്റവും അട്രാക്ഷൻ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതിതാണ്.
ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ബെവ്കോ ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം അത്രമാത്രം കുടിയന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായ കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും ഇടിഞ്ഞു പോകുന്ന ഒരു സെക്ടർ അല്ല ഈ ബെവ്കോ എന്ന് പറയുമ്പോഴത്തേക്കും. ഏതൊരു കോർപ്പറേഷൻ കുറച്ച് നഷ്ടത്തിൽ പോയാലും ഒരിക്കലും നഷ്ടത്തിൽ പോകാത്തതാണ് ബിവറേജ് എന്ന് പറയുമ്പോൾ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് നമ്മൾ എവിടെ പോയാലും ഒരു സിനിമാ തിയേറ്ററിൽ നമ്മൾ കാണുന്നതിനേക്കാളും ക്യൂ നമ്മൾ സിവിലിൽ കാണും അല്ലേ? അതിന്റെ കാരണം എന്താണ്? അവിടെ ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർ അവിടെ പൈസ കൊടുത്ത് വരികയാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ബെവ്കോ ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. മിക്കവാറുള്ള ബെവ്കോ മാനുഫാക്ചറിങ് പിന്നെ ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു എക്സൈസ് സർക്കിൾ ഓഫീസും കൂടെ കാണും. ഓക്കെ, കാരണം അവർക്ക് ഈ പറഞ്ഞ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് നമ്മളെ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക, അത് മാനേജ് ചെയ്യുക. ഇത് ബെവ്കോ എൽ ഡിയുടെ ഇപ്പോൾ വെയർ ഹൗസിൽ നിങ്ങൾക്ക് ജോലി കിട്ടാം കേട്ടോ. വെയർ ഹൗസിൽ LDC ആയിട്ട് ജോലിക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വരുന്ന സ്റ്റോക്കുകളുടെ കാര്യം, ഡാമേജിന്റെ കാര്യം, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇപ്പോൾ കിട്ടുന്ന ഈ മദ്യവും കാര്യങ്ങളൊക്കെ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഡാമേജ് ഒരിക്കലും ഔട്ട്ലെറ്റിൽ പോയി അത് വിൽക്കാനായിട്ട് സാധിക്കില്ല, അത് വിൽക്കാനായിട്ട് കൊടുക്കില്ല. അപ്പോൾ ആ ഡാമേജ് എന്ന് പറഞ്ഞ സാധനങ്ങൾ മാറ്റി വയ്ക്കുക. അപ്പം കുറേ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ജോലിയാണത്. പിന്നെ മാക്സിമം ഇത് എത്ര സ്റ്റോക്കുകൾ വന്നു, എത്ര സ്റ്റോക്കുകൾ ഔട്ട്ലെറ്റിലേക്ക് പോയി, ഇനി എത്ര സ്റ്റോക്ക് പോകാനുണ്ട്, അത് ഓരോ മദ്യത്തിന്റെ പേരുൾപ്പെടെ LDCക്കാർ പഠിക്കും. ഓക്കെ, അത് നിങ്ങൾ അവിടെ കേട്ടിട്ടായിരിക്കും. മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പം സ്ത്രീകൾ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ ഈ ജോലിയിലോട്ട് വന്നാൽ ഇപ്പം എങ്ങനെ ശരിയാവും, കാരണം ഇപ്പം ഔട്ട്ലെറ്റിലല്ലേ, അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അതൊരു സർക്കാർ സ്ഥാപനമാണ്. അത് എന്ത് സിവിൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാർ സ്ഥാപനമാണ്. അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു അസോൾട്ട് നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോലീസിനെ വിളിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ അസോൾട്ട് ഉണ്ടാക്കിയ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനെ ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ വകുപ്പിന്റെ പേരിലായിരിക്കും. അത് അക്കാര്യത്തിൽ നിന്നും പേടിക്കേണ്ട, നിയമം തരുന്ന പ്രൊട്ടക്ഷൻ അത്രയ്ക്ക് തന്നെ ഉണ്ട്. സാലറിയുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ LDC ഏകദേശം അതേ സെയിം സാലറിയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് വരുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയാം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, അവിടെ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊമോഷന്റെ കാര്യം, നമ്മൾ അതിലേക്കാണ് വരുന്നത്. നിങ്ങളെല്ലാവരും ബെവ്കോ അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. ഇപ്പൊ ആ ലിസ്റ്റ് നിലവിലുണ്ട്. ആ പോസ്റ്റ് ഏകദേശം അബോളിഷിന്റെ വക്കിൽ നിൽക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇനി ബെവ്കോ LD ആയിട്ട് കയറുന്ന ആൾക്കാർ അടുത്ത പ്രൊമോഷനിലേക്ക് പോകുന്നത് ബെവ്കോ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ആലോചിക്കുക, നിങ്ങൾ 10th ലെവലിലുള്ളൊരു ജോബിൽ നിന്ന് തൊട്ടടുത്ത പ്രൊമോഷനിലേക്ക് പോകാൻ പോകുന്ന ഒരു ഡിഗ്രി ലെവൽ ജോബിലാണ്. ഇത്രയും നാള് PSC പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നൊരു ജോബിലാണ് നിങ്ങൾ കയറി പോകാൻ വേണ്ടി സാധിക്കുന്നത്. അത്ര തന്നെ സാലറി വ്യത്യാസവും തൊട്ടടുത്ത പ്രൊമോഷൻ ബെവ്കോ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പ്രൊമോഷനിലേക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല, ബെവ്കോ അസിസ്റ്റന്റ് വരുന്നു, അതിന്റെ സീനിയർ അസിസ്റ്റന്റ് വരുന്നു, പിന്നെ ക്ലർക്കിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതിന്റെ ഹെഡ് ക്ലാർക്ക് ആവുന്നു, പിന്നെ ഓഫീസ് സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പോകുന്നു, ഓഫീസ് സൂപ്രണ്ട് ഡിപ്പോ മാനേജർ എന്നൊരു പോസ്റ്റിലേക്ക് പോകുന്നു, ഏകദേശം റീജിയണൽ മാനേജർ. നിങ്ങൾക്ക് പിന്നെയും സർവീസ് ഉണ്ട്. നിങ്ങൾ വളരെ ചെറുപ്പത്തിലാണ് ഈ ഒരു സർവീസിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജറിയൽ പോസ്റ്റിൽ വരെ പോകാനായിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ബെവ്കോ LDC പോസ്റ്റ് എന്ന് പറയുമ്പോൾ. ഉദ്യോഗസ്ഥർ ഭയങ്കരമായി, ഇപ്പോൾ നമ്മൾ LD ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, 14 ജില്ലകളിൽ എത്രയോ ഉദ്യോഗസ്ഥരുണ്ടല്ലേ. ഇവരെല്ലാവരും പ്രൊമോട്ടായി വരുമ്പോൾ മാത്രമേ ഈ ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ വോട്ടെവർ ആ ലിസ്റ്റിൽ നിന്ന് ആൾക്കാർ കയറി വരുള്ളൂ. പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥരുടെ എണ്ണം താരതമ്യേന കുറവായതുകൊണ്ട് പ്രൊമോഷൻ പെട്ടെന്ന് നടക്കുന്നു. ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പരീക്ഷ വിളിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് ആൾക്കാരുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ പ്രൊമോഷൻ സാധ്യത കുറയും. പക്ഷേ ഉദ്യോഗസ്ഥർ കുറവുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ ചാൻസ് കുറച്ചുകൂടെ കൂടി വരും. അതാണ് ബെവ്കോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ. കാരണം ഒരുപാട് ഉദ്യോഗസ്ഥർ ഇപ്പം പല ജോലി കിട്ടുമ്പോൾ അവിടെ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വേക്കൻസി വരും. ആ വേക്കൻസിയിലേക്കാണ് അത് ബൾക്കായി മാറുമ്പോൾ PSC വിളിക്കുകയും PSC പരീക്ഷ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പൊതുവെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിലൊക്കെ ആളെ എടുക്കൂ, ഇതിലൊക്കെ വേക്കൻസി ഉണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് PSC പരീക്ഷ എഴുതും? അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക്. നിങ്ങൾ ഒരു 1000, 2000 അങ്ങനെ നിങ്ങൾ കമ്പനി ബോർഡൊക്കെ എഴുതേണ്ടി വരും. കാരണം ഒരുപാട് വീഡിയോയുടെ താഴെ നമ്മൾ കമൻ്റായിട്ട് കണ്ടിട്ടുണ്ട്, ഇതിൽ ആൾക്കാരെ എടുക്കുമോ? എൻ്റെ സുഹൃത്തെ, നിങ്ങൾ ആൾക്കാരെ എടുക്കുമോ നോക്കിയല്ല, നിങ്ങൾ അങ്ങ് പഠിക്കുക, നിങ്ങൾ അങ്ങ് കട്ടക്കിരുന്ന് പഠിക്കുക. ഇവിടെ നമ്മളൊക്കെ വേക്കൻസി നോക്കിയിട്ട് പഠിക്കാനാണെങ്കിൽ നമുക്കത് നടക്കില്ല. നടക്കാത്തൊരു കാര്യമാണ് ഈ വേക്കൻസി നോക്കിയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്. നമ്മളെ ബാധിക്കുന്ന വിഷയം വേക്കൻസി അല്ല, നമുക്ക് വേണ്ടത് ഒരൊറ്റ വേക്കൻസിയാണ്. അതിൽ 10 പേരെ വിളിച്ചാലും അതിലൊരാളാവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതെന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, എനിക്ക് ഈ ജോലി വേണമോ വേണ്ടയോ,
എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ച് തന്നെയാണ് എല്ലാ ആൾക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. അല്ല വേക്കൻസി ഉണ്ടാവോ, ആളെ എടുക്കുമോ, അതൊക്കെ പിന്നത്തെ കാര്യം. നമുക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യുക. ഞാൻ ഈ പറഞ്ഞില്ലേ പ്രൊമോഷൻ സാധ്യതയുടെ കാര്യം ഇപ്പോൾ ബെവ്കോയുടെ കേസിൽ പറഞ്ഞതുപോലെ അത്ര തന്നെ പ്രൊമോഷൻ നിങ്ങളൊന്ന് ആലോചിച്ചു. വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പോൾ കമ്പനി കോർപ്പറേഷൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. ഇവിടെ നിങ്ങൾ നേരെ LDC നേരെ പോകുന്ന അസിസ്റ്റന്റിലേക്ക്. ഈ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ PSC കഴിഞ്ഞ കാലങ്ങളിൽ നോട്ടിഫിക്കേഷൻ ഇട്ട് ഒരു ഡിഗ്രി ലെവലിൽ ആ ഒരു ഭയങ്കര ലെവലിൽ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷ നിങ്ങൾ അടുത്ത പൊസിഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് പോവുകയാണ്. ആ ഒരു പോസ്റ്റ് കാരണം അബോളിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. അങ്ങനെ ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾ LDC ആയിട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് നിങ്ങൾക്ക് അവിടെ പോവാം. അവിടെ ഇരുന്നിരുന്ന് നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ സർവീസ് തീരാറാവുന്ന ഒരു സമയമാകുമ്പോൾ റീജിയണൽ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വരെ നിങ്ങൾക്ക് മാക്സിമം എത്താനായിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റ്. അത്ര തന്നെ പ്രൊമോഷൻ സാധ്യതകൾ ബെവ്കോ LDCയിൽ വരുന്നുണ്ട്. നിങ്ങൾക്കത് അന്വേഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഉള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ചു വരേണ്ട ഒരു സമയമാണ്. അപ്പോൾ പഠിക്കേണ്ട സമയം നിങ്ങൾ കളയരുതെന്നാണ് ആദ്യമേ പറയാനുള്ളത്. മാത്രമല്ല സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തു നിന്നും അതിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും. കാരണം VFA, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS ഇതിനായിട്ട് ബന്ധപ്പെട്ട് സംയുക്തമായിട്ട് നമുക്കൊരു ബാച്ച് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ബാച്ചിന്റെ ഭാഗമാവുക. കാരണം ഇനി ഒരു റിസ്ക് എടുക്കാനായിട്ട് നിൽക്കരുത്. ഈ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു ജീവിതം, മുന്നോട്ടുള്ള ജീവിതം, നല്ലൊരു അടിപൊളി ഒരു പോർഷ് ലൈഫൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പോർഷ് ലൈഫ് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ അധ്വാനിക്കുന്ന പോലിരിക്കും. എങ്കിൽ പോലും നല്ല മെച്ചപ്പെട്ടൊരു ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ജോലിയൊക്കെ വാങ്ങി സ്വന്തം കുടുംബത്തിനെ പ്രൊവൈഡ് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെലവാക്കുന്ന ഈ സമയം അല്ലെങ്കിൽ ചെലവാക്കുന്ന കാശ് ഇതൊന്നും വേസ്റ്റ് ആവാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബാച്ചിന്റെ ഭാഗമായിട്ട് മാറാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഇനി എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ അതും പറയുക. ആ വീഡിയോസുമായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിലേക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഓൾ.